ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘാതനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടാണുള്ളത്. എങ്ങനെയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിനെ ഇല്ലാതാക്കിയിട്ട് എല്ലാ സ്വത്തുക്കളും സമ്പത്തും എല്ലാം അവൻ്റെ പേരിലേക്ക് ആക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് മേഘാതനുള്ളത്. അവനാണെങ്കിൽ വാമനും സൗദാമിനിയും പറയുന്ന ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ മാർക്കോവിനെ കാണാതെ തടിതപ്പി നടക്കുകയാണ് മേഘാതൻ ചെയ്യുന്നത്. മേഘാതൻ അറിയാം മാർക്കോവിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം വേറെ എന്തെങ്കിലും കേസും കൂടി അവൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് എന്തായാലും എന്ത് അവനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മാർക്കോനെ കാണാതെ തടിതപ്പി നടക്കുന്നുണ്ട്. പക്ഷെ മാർക്കോ ആണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് മേഘനാഥൻ്റെ മുമ്പിൽ തന്നെ എഴുതുന്നുണ്ട്. ഈ സമയം മേഘനാഥനോട് പറയുന്നുണ്ട്, നീ എന്നെ കാണാതെ ഒഴിഞ്ഞു മാറാൻ നടക്കുന്നുണ്ടെങ്കിലും നിന്നെ എന്ത് ചെയ്യും എൻ്റെ കയ്യിൽ കിട്ടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണൻ്റെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മുമ്പിൽ പോയിട്ട് അവരെ ഒരു ശല്യവും ചെയ്യാതെ അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും, എൻ്റെ തനി സ്വരൂപം നീ അറിയും എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കോ ഇങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥനാണെങ്കിൽ മാർക്കോനോട് തിരിച്ച് പറയുന്നുണ്ട്, നീ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എന്തിനു പേടിക്കണം, എനിക്ക് ആരെ പേടിക്കണം, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് മാത്രമേ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരിക്കലും കണ്ണനെയും മഹാലക്ഷ്മിനെ സംരക്ഷിക്കാൻ വിചാരിക്കേണ്ട, അവരെന്തായാലും ഞാൻ എൻ്റെ കിണിയിലേക്ക് കൊണ്ടുവരും, പിന്നെ നിനക്കെന്നല്ല ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ എന്തിട്ട് നേരെ കണ്ണൻ്റെയും മഹാലക്ഷ്മിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കണ്ണനാണെങ്കിലും മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്ത് നിൻ്റെ ജയിലിലെ കഞ്ചാവ് കേസൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അറിഞ്ഞോട് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, നിങ്ങൾക്കറിയാവുന്ന ഒരാൾ എന്നെ കുടിക്കുന്നതല്ലേ, എന്തായാലും നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ല, നിങ്ങളൊക്കെ ആരാധിക്കുന്ന നിങ്ങളുടെ മാർക്കോ ഇല്ലേ, അവരാണ് എൻ്റെ കാലിൽ കഞ്ചാവ് കയറ്റി വെച്ചത്, അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോയത്, അല്ലാണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, മേഘേട്ടൻ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യില്ല, മേഘേട്ടൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, എത്ര കാലം ഇവിടെ ജനിച്ച് വളർന്ന എത്തനാണ്, അപ്പോൾ എന്തായാലും അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, ഇവനല്ലേ സാഗറിൻ്റെ കാറിലേക്ക് കഞ്ചാവ് വെച്ചിട്ട് അവനെ ജയിലിലേക്ക് ആക്കിയത്, സാഗറിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ജയിലിൽ നിന്ന് തിരിച്ചു വിട്ടു, അല്ലാതെ എന്താ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഓരോരുത്തരെ തകർക്കാനായിട്ട്, എന്നെയും മഹാലക്ഷ്മിനെ കൊല്ലാനായിട്ട് ഇവൻ എത്ര തവണ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇവൻ്റെ സ്വഭാവം എന്തില്ല, അത്ര നല്ലതൊന്നുമല്ല, എന്തായാലും എല്ലാവരോടും ഇങ്ങനെ തന്നെയല്ലേ അവൻ, എന്നോട് പോലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേഘം പറയും, എനിക്ക് എന്തായാലും നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, അതെനിക്ക് വേണ്ടതാണെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ കയറുന്നുണ്ടെങ്കിലും എൻ്റെ ഏതെങ്കിലും കമ്പനിയിൽ കയറുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ, കാരണം ഇവളെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ ഇവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യമാണ്, ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ പോലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേഘനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ദുർഗയും ഉണ്ണിയും കരുണയും ഒന്നും തിരിച്ച് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.